വിൻയാർഡ് വുഡ്ലാൻഡ് പാർക്ക്, അതാണ് ഈ പാർക്കിൻ്റെ പേര്. ഇതങ്ങനെ വലിയൊരു സംഭവം പാർക്കൊന്നുമല്ല കേട്ടോ. അവിടെ അധികം ആൾക്കാരും ഇല്ല. ഞങ്ങളിന്നൊരു റിസ്ക് എടുത്ത് ബസ്സിലാണ് വന്നിട്ടുള്ളത്. ബസ് ഇറങ്ങി 17 മിനിറ്റ് നടന്നാണ് ഇവിടെ എത്തിയത്. ഒരു കാടിൻ്റെ ഫീലൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവർക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അതിന് പറ്റിയ പാർക്കാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്തൊരു ടീ ഷോപ്പ് ഉണ്ട്. അത് മൺഡേ മാത്രമേ തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് വെയിലുള്ളൊരു ദിവസമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റിസ്ക് എടുത്തു എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത്ര ദൂരെയാണ് ബസ് ഇറങ്ങാൻ അറിയില്ലായിരുന്നു. മാത്രമല്ല ഇത് കാടാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, അത്തരം കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. സമ്മറിലൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതൽ പാർക്കുകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. ഈ പാർക്കിലോ ഇതിൻ്റെ പരിസരത്തോ ബസ് ഇറങ്ങി വരുന്ന ആ വഴിയിലൊന്നും ഷോപ്പുകളൊന്നും കണ്ടില്ല. ഒന്നും വാങ്ങിക്കാൻ കിട്ടില്ല കഴിക്കാനുള്ളത്. ഇവിടെ കോഫി ഷോപ്പ് ഉണ്ട്, പക്ഷേ മൺഡേ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. ഇത്തരം ട്രിപ്പിൽ കഴിക്കാനുള്ള ഫുഡും ഫ്ലാസ്കിലെ ചായയൊക്കെ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഫോട്ടോഷൂട്ടിനിടയിൽ ഡോഗ്സ് വരുന്നുണ്ട്. ഇവർ കളിപ്പിക്കാൻ കൊണ്ടുവരികയാണ്. കുട്ടികളെ കൊണ്ടുവരുന്ന അതേപോലെ പട്ടികളുമായിട്ട് കളിക്കാൻ വരികയാണ്. Take have a lovely day. Hello. He's a handful. He's still very young, but he has an eye for the ladies, you see. So, yeah, too many Italian. Yeah. Take care now. Bye.
റോഡിൽ നിന്ന് കുറേ ഉൾഭാഗത്തായിട്ടാണ് ഈ പാർക്കുള്ളത്. കാടിലൂടെ വരുന്ന പോലത്തെ അതേപോലത്തെ സ്ഥലത്തിലൂടെ നമ്മൾ കടന്നു വരണം. റോഡുണ്ട്, അതല്ലാതെ മരങ്ങൾക്കിടയിലുള്ള ഇടയിലൂടെ വരാനുള്ള വഴിയും ഇട്ടിട്ടുണ്ട്. 1-2 സ്ഥലത്ത് അങ്ങനെ ബോർഡുകൾ. നല്ല രസമുണ്ടല്ലോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ആരുമില്ല, വണ്ടികൾ കുറേ എടുക്കുന്നുണ്ടല്ലോ അവിടെ. അപ്പുറത്തെ പറമ്പിലായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോകും. പൊക്കത്ത് നിൽക്കുന്ന ആൾ ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നു. എന്നിട്ട് ഇതിൽ കൂടെ ഇടും, പൊക്കത്തുനിന്ന് ഇടും, അങ്ങനെ ഇടും. ഇത് ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും താഴെ. This is what happens. ഇവിടുന്ന് ഈ ഒരു ഇതിന് മാത്രം ചവിട്ടിട്ട് പാസ് ചെയ്യും. അങ്ങനെ ഇവിടെ എത്തുക. എന്നിട്ട് ഇത് കൂടെ എൻ്റെ കുട്ടി ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, മണ്ണ് വാരി കളിക്കാൻ. നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് റിപ്പീറ്റ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇതൊരു സംഭവം പാർക്കൊന്നല്ലെന്ന്. കയറി വന്നപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ അതങ്ങനെയല്ല, ഒരുപാട് ഏരിയ കാണാനുണ്ട്. ഡോഗ് വാക്കും സൈക്ലിങ്ങിനുള്ള ഭാഗവും കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനെ ഒരുപാട് നടക്കാനുള്ളതും കാണാനുള്ളതൊക്കെ ഉണ്ട്. സാധാരണ പാർക്കിനേക്കാൾ കുട്ടികളുടെ പ്ലേ ഏരിയയ്ക്കൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ പഴമയുടെ മെമ്മറിയാണുള്ളത്.
നടന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. തിരിച്ച് വന്ന് ടെസ്കോയിൽ കയറിയിട്ടാണ് ഫുഡ് വാങ്ങിച്ചത്. കോഫിയും കഴിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുമായിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ സൂര്യൻ പോയി, ചന്ദ്രൻ വന്നു. സമയം 4 മണി ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വുഡ്ലാൻഡ് പാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.